നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാറ്റങ്ങളുടെ പാപ്പ വിട പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മ. മസാലദോശ കഴിച്ചതിനെ തുടർന്ന് 3 വയസ്സുകാരി മരിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. അയൽവാസിയുടെ നായ വീട്ടിൽ കയറി. വെള്ളിക്കുളങ്ങര കോടശ്ശേരിയിൽ തമ്മിൽ തല്ല്, കൊലപാതകം. കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ യുവതിയെ ലൈംഗികാതിക്രമം ചെയ്ത കേസിൽ ഉടമ പിടിയിൽ. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയ സംഘത്തിലെ ഒരാളെ കൊരട്ടി സിഐ അമൃതരംഗനും സംഘവും അറസ്റ്റ് ചെയ്തു. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. കാർ സ്കൂട്ടറിൽ തട്ടി. യുവാവിനെ ഹെൽമറ്റ് കൊണ്ടടിച്ച 2 പേർ പിടിയിൽ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ബാലസംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുട്ടികളുടെ വേനൽ തുമ്പി ചാലക്കുടി ഏരിയ പര്യടനം ആരംഭിച്ചു. ബാലസംഘം കൊടകര ഏരിയ വേനൽ തുമ്പി 2025 പരിശീലന ക്യാമ്പിന് തുടക്കമായി. വിശദമായ വാർത്തയിലേക്ക്. മാറ്റങ്ങളുടെ പാപ്പ വിട പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മ. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മാർപ്പാപ്പ വിശ്രമത്തിലായിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 19 ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266 പോപ്പായി സ്ഥാനമേറ്റത്. കർദിനാൾ ബെർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചിരുന്നത്. ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്നും കുടിയേറിയ മരിയോ ജോസ് ബെഗോളിയോയുടെയും മരിയ സിവോരിയയുടെയും 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ 17 ബെർഗോളിയോ ജനിച്ചത്. പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. മസാലദോശ കഴിച്ചതിനെ തുടർന്ന് 3 വയസ്സുകാരി മരിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. വെണ്ടൂർ കല്ലൂക്കാരൻ ഹെൻറിയുടെ മകൾ ഒലിവിയയാണ് മരിച്ചത്. ശനിയാഴ്ച വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ഹെൻറിയെ കൊണ്ടുവരാൻ പോയതാണ് ഒലിവിയ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഹെൻറിയും ഭാര്യയും അമ്മയും ഒലിവയും അങ്കമാലിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. വീട്ടിലെത്തിയതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. ഒലിവിയയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ഇതോടെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒലിവിയയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയും അവശയായതുകൊണ്ട് ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പിന്നെയും വഷളായി. ഇതോടെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പുതുക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. അയൽവാസിയുടെ നായ വീട്ടിൽ കയറി. വെള്ളിക്കുളങ്ങര കോടശ്ശേരിയിൽ തമ്മിൽ തല്ല്, കൊലപാതകം. വെള്ളിക്കുളങ്ങര കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊന്നു. കോടശ്ശേരി സ്വദേശി ഷിജുവാണ് കൊല്ലപ്പെട്ടത്. 42 വയസ്സായിരുന്നു. ഷിജുവിനെ വെട്ടിയ അയൽവാസി അന്തോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:30 സംഭവം. കൊല്ലപ്പെട്ട ഷിജുവിന്റെ നായ അന്തോണിയുടെ വീട്ടിലേക്ക് കയറിയതാണ് തർക്കത്തിന് കാരണം.
മദ്യലഹരിയിലായിരുന്ന അന്തോണി ഷിജുവിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ, സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, ജോഷി കെ ടി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജു കെ ഒ, രാകേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, രജിത്, അമൽരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ യുവതിയെ ലൈംഗികാതിക്രമം ചെയ്ത കേസിൽ ഉടമ പിടിയിൽ. കൊടകര വല്ലപ്പാടിയിലുള്ള ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ലൈംഗികാതിക്രമം ചെയ്ത കേസിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉടമസ്ഥൻ കൂടിയായ പ്രതിയെ കൊടകര പോലീസ് പിടികൂടി. കൊടകര വട്ടേക്കാട് ദേശത്ത് വിരിപ്പിൽ വീട്ടിൽ സിൻടെക്സ് സെബാസ്റ്റ്യൻ എന്നയാളെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. തൃക്കൂർ സ്വദേശിയായ യുവതി വലതുകൈയുടെ തരിപ്പിന് ചികിത്സയ്ക്കായി ആർട്ട് ഓഫ് മർമ്മ സ്ഥാപനത്തിലെത്തി. ഉഴിച്ചിലിനായി വനിതാ ജീവനക്കാർ ഉണ്ടായിരിക്കെ അവരെ ഒഴിവാക്കി പ്രതി ചികിത്സ എന്ന വ്യാജേന യുവതിയെ നിർബന്ധിച്ച് വിവസ്ത്രയാക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പിന്നീട് ലൈംഗികാതിക്രമം ചെയ്യുകയുമായിരുന്നു. കൊടകര പോലീസ് ഇൻസ്പെക്ടർ പി കെ ദാസ്, സബ് ഇൻസ്പെക്ടർ സുരേഷ് എ എസ് ഐമാരായ ജ്യോതിലക്ഷ്മി, ബേബി, ഗോകുലൻ, ആഷ്ലിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ജിലു സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയ സംഘത്തിലെ ഒരാളെ കൊരട്ടി സിഐ അമൃതരംഗനും സംഘവും അറസ്റ്റ് ചെയ്തു. ഗ്ലോബൽ ഇ എന്ന വെബ്സൈറ്റിലൂടെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് റേറ്റിംഗ് നടത്തുന്നത് വഴി വരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാമ്പ്ര സ്വദേശി ജിഹാബിൽ നിന്ന് 4,23,953 രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയപ്പിച്ച് തട്ടിപ്പ് നടത്തിയ കൊല്ലം ഞാറയ്ക്കൽ സ്വദേശി അലീന മൻസിലിൽ 26 വയസ്സുള്ള അമീറിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ടെലഗ്രാം വഴി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. ഇക്കഴിഞ്ഞ 4-ന് പ്രതികൾ അയച്ചുകൊടുത്ത ലിങ്കിലൂടെ ഗ്ലോബൽ ഇ എന്ന വെബ്സൈറ്റിൽ കയറി ഉൽപ്പന്നത്തിന് റേറ്റിംഗ് നടത്തിക്കുകയും പ്രതിഫലമായി ആദ്യം 1000 രൂപ നൽകുകയും ചെയ്തു. തുടർന്ന് കൂടുതൽ ടാർജറ്റുകൾ നൽകി വീണ്ടും പണം ആവശ്യപ്പെടുകയാണ് തട്ടിപ്പു സംഘം ചെയ്തത്. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും നിസാര പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബസ്സിന്റെ ചക്രങ്ങൾ സ്കൂട്ടറിലൂടെ കയറിയിറങ്ങി. സ്കൂട്ടറിൽ നിന്നും യാത്രക്കാരൻ പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ വരുന്നത് കണ്ട് ബസ് വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻപിൽ പോയ മറ്റൊരു സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരായ അമ്മയെയും മകളെയും 108 ആംബുലൻസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്ങാലൂർ സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ ജോളി, മകൾ എബീന എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാർ സ്കൂട്ടറിൽ തട്ടി യുവാവിനെ ഹെൽമറ്റ് കൊണ്ടടിച്ച 2 പേർ പിടിയിൽ. പൂച്ചിന്നിപ്പാടത്ത് സ്കൂട്ടറും കാറും തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 13-ന് രാത്രി 8:50-ന് പൂച്ചിന്നിപ്പാടത്ത് ചാഴൂർ വളപ്പറമ്പിൽ വീട്ടിൽ മുബാറക് അലി എന്നയാളുടെ കാർ, വല്ലച്ചിറ വലിയ വീട്ടിൽ ബാബുട്ടൻ എന്ന ബാബു, വല്ലച്ചിറ കല്ലട വീട്ടിൽ മിഥുൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മിഥുനും ബാബുവും ചേർന്ന് മുബാറക് അലിയെ ആക്രമിക്കുകയായിരുന്നു. ബാബുവിന് ചേർപ്പ്, മണ്ണുത്തി, തൃശൂർ ഈസ്റ്റ്, തൃശൂർ വെസ്റ്റ്, ഇരിങ്ങാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമ കേസും അടിപിടി കേസുകളിലുമായി 22ഓളം കേസുകളുണ്ട്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. കെ സ്മാർട്ട് ആരംഭിച്ചതിന്റെ ഭാഗമായി എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആയതുമൂലം പൊതുജനങ്ങൾക്ക് സഹായകരമായി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് കുടുംബശ്രീ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ ലഭ്യമാണ്.
ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സരിത തിലകൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പുഷ്പാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ വിജയൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത സ്വാഗതവും വാർഡ് മെമ്പർ രാധ വിശ്വംഭരൻ നന്ദിയും പറഞ്ഞു. ബാലസംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുട്ടികളുടെ വേനൽ തുമ്പി ചാലക്കുടി ഏരിയ പര്യടനം ആരംഭിച്ചു. ഏരിയ പര്യടനത്തിന്റെ ഉദ്ഘാടനം ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് DS സന്ദീപ് നിർവഹിച്ചു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് അർജുൻ PR അധ്യക്ഷത വഹിച്ചു. പന്തുകളി, കെണി, ബെച്ചൂട്ടിയ, സച്ചാട്ട തുടങ്ങിയ ലഘുനാടകങ്ങളും നൃത്തശില്പങ്ങളും 27 കുട്ടികളടങ്ങിയ വേനൽ തുമ്പികൾ അവതരിപ്പിച്ചു. ബാലസംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് അഷറഫ്, യശ്വന്ത് കൃഷ്ണ, ES നടാഷ, അഡ്വക്കേറ്റ് KR സുമേഷ്, PR സന്തോഷ്, MM രമേശൻ, PP ബാബു, KV അഭയൻ, KR സന്തോഷ്, ES അഭിഷേക്, VM കരീം, രമ്യ വിജിത് എന്നിവർ പ്രസംഗിച്ചു. വേനൽ ജാഥ പര്യടനം തുടർന്നുള്ള ദിവസങ്ങളിൽ വെറ്റിലപ്പാറ, കുറ്റിച്ചിറ, നായിരങ്ങാടി, പോട്ട, VR പുരം, ഗാന്ധിനഗർ, മേലൂർ, പള്ളിനട, കട്ടപ്പുറം, കോനൂർ, അന്നനാട്, പറയംകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തും. ബാലസംഘം കൊടകര ഏരിയ വേനൽ തുമ്പി 2025 പരിശീലന ക്യാമ്പിന് തുടക്കമായി. കൊടകര കൊപ്രക്കളം മുതുപറമ്പിൽ ഹാളിൽ ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ നൌമി പ്രസാദ് നിർവഹിച്ചു. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ മുഖ്യാതിഥിയായി. PN വിഷ്ണു, PC സുബ്രൻ നരശില, സുധ CV, TK പത്മനാഭൻ, ആദർശ് MS, ആവണി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സുരേഷ് P കുട്ടൻ, അലന്യ സുരേഷ് എന്നിവർ പരിശീലനം നൽകുന്ന നാടകങ്ങളും സംഗീത ശില്പങ്ങളും അടങ്ങുന്ന 5 പരിപാടികൾ 24 മുതൽ 27 വരെ ഏരിയയിലെ 6 പഞ്ചായത്തുകളിലായി 20ഓളം കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 95 രൂപ കൂടി ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാറ്റങ്ങളുടെ പാപ്പ വിട പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മ. മസാലദോശ കഴിച്ചതിനെ തുടർന്ന് 3 വയസ്സുകാരി മരിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്ന് ആരോപണം. അയൽവാസിയുടെ നായ വീട്ടിൽ കയറി. വെള്ളിക്കുളങ്ങര കോടശ്ശേരിയിൽ തമ്മിൽ തല്ല്, കൊലപാതകം. കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ യുവതിയെ ലൈംഗികാതിക്രമം ചെയ്ത കേസിൽ ഉടമ പിടിയിൽ. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയ സംഘത്തിലെ ഒരാളെ കൊരട്ടി CI അമൃതരംഗനും സംഘവും അറസ്റ്റ് ചെയ്തു. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറി അപകടം. കാർ സ്കൂട്ടറിൽ തട്ടി. യുവാവിനെ ഹെൽമറ്റ് കൊണ്ടടിച്ച 2 പേർ പിടിയിൽ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു.
ബാലസംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുട്ടികളുടെ വേനൽ തുമ്പി ചാലക്കുടി ഏരിയ പര്യടനം ആരംഭിച്ചു. ബാലസംഘം കൊടകര ഏരിയ വേനൽ തുമ്പി 2025 പരിശീലന ക്യാമ്പിന് തുടക്കമായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.